മുടിമുറിക്കൽ ഇപ്പോൾ ഒരു ആചാരമായി മാറിയിട്ടുണ്ട്. സമരങ്ങളുടെ ഭാഗത്തെ ഒരു ആചാരം, ഒരു സമരാചാരം. ഇത് തുടങ്ങിയത് അധിക നാളായിട്ടില്ല. നമ്മുടെ വാളയാർ അമ്മയെ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്ന ഈ പറയുന്ന ഇപ്പോൾ ആശാ വർക്കേഴ്സ് സമരത്തിന് പിന്നിൽ നിൽക്കുന്ന അതേ കക്ഷികൾ വാളയാർ അമ്മയെ എഴുന്നള്ളിച്ച് LDFനും പിണറായി സർക്കാരിനുമെതിരെ നാടുനീളെ എഴുന്നള്ളിച്ച് സമരപ്പന്തലിൽ വെച്ച് വാളയാറമ്മയും കൂട്ടരും മുടി മുറിക്കുന്ന ദൃശ്യങ്ങളൊക്കെ വന്നത് നമ്മൾ ഓർമ്മയുണ്ടല്ലോ. അതിൻ്റെ ഇമേജ് ഞങ്ങൾ കാണിക്കുന്നുണ്ട്. വാളയാറമ്മയെ എഴുന്നള്ളിച്ചിട്ട് അവസാനം എന്തായി? ഈ രണ്ട് കുരുന്നുകളുടെ ജീവൻ എടുത്തതിന് മുഖ്യ കാരണക്കാരി ഈ വാളയാർ അമ്മയാണെന്ന്, ഈ അരുംകൊലയ്ക്ക് കാരണക്കാരി വാളയാർ അമ്മയാണെന്ന് CBI കണ്ടെത്തിയപ്പോൾ ഈ എഴുന്നള്ളിപ്പുകാർ മുഴുവൻ മാളത്തിലൊളിച്ചു. ഈ മാളത്തിലൊളിച്ച ഈ സംഘം ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സ് സമരപ്പന്തലിൻ്റെ അകത്തും പുറത്തുമൊക്കെ ഇങ്ങനെ അവിടെയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും മുടിമുറിക്കാൻ വരികയാണ്. ഇനി എത്ര പേരിപ്പോൾ ഇനി മുടിമുറിക്കും? ഞങ്ങൾ ആക്ഷേപിക്കുകയല്ല. ഒന്ന് മുടിമുറിച്ചുകൊണ്ട് എഴുന്നള്ളിച്ചത് ചീറ്റിപ്പോയി. സൂക്ഷിക്കണം. പാവം ആശാവർക്കർമാർ അവരുടെ നല്ല മുടിയെല്ലാം മുറിച്ച് കളയരുത്, സൂക്ഷിക്കണം. ഇവർ ചെയ്യുന്ന ഇവരുടെ ഉദ്ദേശം എന്താണ് തിരിച്ചറിയണം. അപ്പോൾ സമരം 50-ാം ദിവസം തികയ്ക്കുന്നെന്ന് അന്ന് ഞങ്ങൾ മുടിമുറിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സമരസമിതി മിനി ഉൾപ്പെടെയുള്ളവർ. എത്ര പേര് മുടിമുറിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് പറയാനുള്ള പാവപ്പെട്ട ആശാവർക്കർമാരോട് പറയാനുള്ളത്, വെറുതെ മുടിമുറിച്ച് കളയാതിരിക്കും. പാവപ്പെട്ട സത്യസന്ധരായ ആശാവർക്കർമാർ അവർ പറയുന്നത് അവരുടെ വേദനകളൊക്കെ നമുക്ക് മനസ്സിലാക്കും. ചില ഓൺലൈൻ മാധ്യമങ്ങളിലുമൊക്കെ ആ സമരപ്പന്തലിരിക്കുന്ന ആശാവർക്കർമാരെ ഇത്രയും ദിവസം സമരം ഇരിക്കുന്നവരുടെ ഇൻ്റർവ്യൂ, അഭിപ്രായങ്ങൾ ചാനലുകളിലും ചില ഓൺലൈനിലൊക്കെ വരുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങളതെല്ലാം നോക്കുന്നുണ്ട്. നിങ്ങളുടെ വേദനകൾ നമുക്കറിയാം. നിങ്ങളുടെ പലരുടെയും വീടുകൾ പണയത്തിലാണ്, ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഒറ്റയടിക്ക് ഇത്രയും നിങ്ങൾ പറയുമ്പോൾ അത്രയും തന്നില്ലെങ്കിൽ സമരം പിൻവലിക്കില്ല, ഞങ്ങളെ തൊഴിലാളികളാക്കണ്ട, കേന്ദ്രത്തിനെതിരെ ഞങ്ങളൊന്നും പറയില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ സമരത്തിൻ്റെ ലക്ഷ്യം സംശയാസ്പദമാണ്. അത് ആശാവർക്കർമാരുടെ ക്ഷേമമാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്ന അവിടെയാണ്. ആശാവർക്കർമാർ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഉൾപ്പെടെ 60,000-ഓളം സ്കീം വർക്കേഴ്സ്, സന്നദ്ധ സേവക പ്രവർത്തകര്, സ്ത്രീകൾ കേരളത്തിൽ പണിയെടുക്കുന്നുണ്ട്. അവർക്ക് പലർക്കും നിങ്ങൾക്ക് കിട്ടുന്ന പൈസ പോലും കിട്ടാത്തവരുണ്ട്. സ്കൂൾ പാചക തൊഴിലാളികളെ എടുത്താലും അംഗനവാടി ടീച്ചർമാരെ എടുത്താലും നിങ്ങൾക്ക് കൂട്ടിത്തരുന്നതിനോടൊപ്പം അവർക്കും കൂട്ടി കൊടുക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 60,000-ൽ നിന്ന് 26,000 കുറയ്ക്ക്. അപ്പോൾ എത്രയായി? 34,000-ഓളം പേര് നിങ്ങളെപ്പോലെ കഷ്ടപ്പെടുന്ന, അവരുടെയും വീടുകൾ പലതും ജപ്തി ഭീഷണിയിലാണ്, അവരും കടക്കണിയിലാണ്, അവരിൽ ലോൺ എടുക്കാത്ത വീടുകളില്ല, ആ ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരുടെ വേദനകൾ നിങ്ങൾ അറിയുന്നുണ്ടോ ആശാവർക്കർമാർ? അപ്പം ഇവരെ എല്ലാം സഹായിക്കേണ്ട ഉത്തരവാദിത്വം ഒരു സംസ്ഥാന സർക്കാരിനുണ്ട്. അതോടൊപ്പം ഒരു കേന്ദ്ര പദ്ധതിയായ ആശാവർക്കർമാരുടെ കാര്യത്തിൽ കേന്ദ്രത്തിനുമുണ്ട്. അപ്പം ഈ വിഷയത്തെ സമഗ്രമായിട്ട് കാണണം, കണ്ടിട്ട് പരിഹാരം ഉണ്ടാവണം. അവരുടെ ക്ഷേമത്തിന് ഘട്ടം ഘട്ടമായിട്ട് വളരെയേറിയമോ അവരുടെ വേതനമോ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെയുള്ളത്. അത് മറന്നുകൊണ്ട് നിങ്ങൾ അതിനെതിരെ സമരം ചെയ്യാൻ ഇറങ്ങി. ഈ 60,000 പേര് മറ്റാരും സമരത്തിന് വന്നില്ലല്ലോ സെക്രട്ടേറിയറ്റിന് മുന്നിൽ. അവർക്ക് കാര്യബോധമുണ്ട്. നിങ്ങളിൽ കുറേ പേര് നിങ്ങൾ 26,000 പേരിൽ ഒരു 10-200 പേരെ ഇപ്പോൾ അവിടെ 300 താഴെ സമരത്തിനുള്ളൂ. 2,000 ഒക്കെ ആദ്യം ഉണ്ടായിരുന്നു. പലരും പോയി കഴിഞ്ഞു. നിങ്ങളെ അവിടെ എഴുന്നള്ളിച്ചുകൊണ്ട് ഇരുത്തിയവരുടെ ഉദ്ദേശശുദ്ധി നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ ഒറ്റയ്ക്ക് സമരം ചെയ്യും, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയില്ലാതെ. അപ്പോൾ അവിടെ ഒരു ബോർഡ് കൂടി വയ്ക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ ഞങ്ങൾ സമരം ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിനകത്ത് ആത്മാർത്ഥതയുണ്ട്. ഈ സമരത്തിന് അതിന് ലക്ഷ്യബോധമുണ്ട്. ഇതിപ്പോൾ അജണ്ട വേറെയാണ്. അജണ്ട വേറെ സെറ്റ് ചെയ്ത പിണറായി സർക്കാരിനെ മൂന്നാമതും അധികാരത്തിൽ LDF വരാതിരിക്കാൻ വേണ്ടിയുള്ള അജണ്ട സെറ്റ് ചെയ്ത സമരത്തിന് ആശാവർക്കർമാർ പോയി ഇരിക്കരുതായിരുന്നു. അവിടെയാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ്. ആ തെറ്റ് തിരുത്തി നിങ്ങൾ തിരിച്ചു വരൂ. നിങ്ങളെ ഈ ഗവൺമെൻറ് സംരക്ഷിക്കും. അത് മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ, ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടല്ലോ, പിണറായി സർക്കാർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ടും പറ്റൂല. ഞങ്ങളുടെ ആവശ്യങ്ങൾ 99 അംഗീകരിച്ചാലും സമ്മതിക്കത്തില്ല. 100-ന് പരം 101% ഞങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിച്ചാൽ മാത്രമേ ഞങ്ങൾ സമരപ്പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോവുള്ളൂ. ഇരുന്നോളൂ, അവിടെ ഇരുന്നോളൂ
ഇരുന്നോളൂ, ആർക്കും ഒരു വിരോധവും ഇല്ല. പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നവരെ ഇരുന്നോളൂ, ഒരു വിരോധവും ഇല്ല. അടുത്ത അസംബ്ലി ഇലക്ഷൻ വരുന്നവരെ ഇരുന്നോളൂ, ഒരു വിരോധവും ഇല്ല. ഇത് അജണ്ട സെറ്റ് ചെയ്ത സമരമായതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു കാര്യമില്ലാത്ത വേറെ പറയാനില്ല. ഈ UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികളെല്ലാം കൂടെ ആശാവർക്കർമാർക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഫണ്ടിൽ നിന്ന് പൈസ കൊടുക്കും, 1500 മുതൽ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചല്ലോ. അതിൽ ഗപ്പടിച്ചത് ഈ UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഗപ്പടിച്ചത് കോട്ടയം ജില്ല മീനച്ചിൽ താലൂക്കിലെ ലാലം ബ്ലോക്കിലെ മൂത്തോലി പഞ്ചായത്താണ്. ഗപ്പടിച്ചത് അവിടെ അവർക്കാണ് ട്രോഫി കിട്ടിയത്, സന്തോഷ ട്രോഫി, ഗപ്പ് കിട്ടിയത്. ആ ഗപ്പിൽ അവർ പറഞ്ഞത് ഞങ്ങൾ 7000 വെച്ച് പ്രതിമാസം ആശാവർക്കർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. പുതുച്ചേരിയുടെ കാര്യം ഇപ്പം പറഞ്ഞത്, പുതുച്ചേരി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിൻ്റെ ജിയോ ഉത്തരവ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അവിടെ ഉള്ളത് തന്നെ കുടിശ്ശികയാണ്, 3 മാസം കുടിശ്ശികയാണ്. ഈ 10,000-ലെ 7000 3 മാസം കുടിശ്ശിക കൂടുമ്പോഴാണ് അത് കിട്ടുന്നത്. അവിടെയാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്രേ. പ്രഖ്യാപിച്ച മാത്രം പോരാ, ജിയോ ഇറങ്ങണം. ഇവിടെ എന്താണ്, മൂത്തോലി ബജറ്റ് നോക്കാം. ഈ 7000 വെച്ച് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഓരോ ആശാവർക്കർക്കും കൊടുക്കുമെന്ന് പറഞ്ഞാൽ മൂത്തോലി പഞ്ചായത്തിന്റെ ബജറ്റൂടെ നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. പറഞ്ഞാൽ പോലെ ചെയ്യാനുള്ള ശേഷിയും ശേമൂഷിയും വേണം, കഴിവും വേണം, കാശും കൈ വേണം, അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയത്തില്ല. ഇതാ നോക്ക്, മൂത്തോലി ബജറ്റ് നോക്കാം. ഫണ്ട് വരുമാനം 1,71,31,000 രൂപ. എസ്റ്റാബ്ലിഷ്മെന്റ് ചെലവ് പറയാം, വരുമാനം പറഞ്ഞല്ലോ, ചെലവ് പറയാം. ശമ്പളം അലവൻസ്, അതാണ് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ്, അത് 1,81,00,000 രൂപ. ഭരണ ചെലവുകൾ ഇതുകൂടാതെ 26,90,800 രൂപ. ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ്, മറ്റ് കാര്യങ്ങൾ 65 ലക്ഷം രൂപ. ഇൻട്രസ്റ്റ് ആൻഡ് ഫൈനാൻസ് ചാർജസ് 25,000 രൂപ. അങ്ങനെ ആകെ ചെലവ്, മൂത്തോലി പഞ്ചായത്തിന്റെ ആകെ ചെലവ് 2,73,23,000 രൂപ. റവന്യൂ കമ്മി 1 കോടി രൂപ. അതായത് വരുമാനവും ചെലവും നമ്മൾ അന്തരം നോക്കുമ്പം മൂത്തോലി പഞ്ചായത്ത് 1 കോടി രൂപ റവന്യൂ കമ്മിയിലാണ്, കാശില്ല. അതായത് 1.71 കോടി രൂപ വരുമാനമുള്ളപ്പോൾ 2.73 കോടി രൂപയാണ് ആ പഞ്ചായത്തിന്റെ ചെലവ്. കമ്മി 1 കോടി രൂപ. ഈ കമ്മി നികത്താൻ 1 കോടി രൂപ പഞ്ചായത്ത് കണ്ടെത്തണം. പ്ലാൻ ഫണ്ടിൽ കൂടുതൽ വരുത്തിയോ വർധന വരുത്തിയോ തനത് വരുമാനത്തിൽ വർധന വരുത്തിയോ കണ്ടെത്തണം. അപ്പോഴാണ് പ്രഖ്യാപനം. ട്രോഫി അടിച്ച്, സന്തോഷ ട്രോഫി ഗപ്പടിച്ച്, എന്താണ്, ഞങ്ങൾ 7000 വെച്ച് അങ്ങ് കൊടുക്കും ആശാവർക്കർമാർക്ക്. എന്തൊരു കൊടുപ്പായിരിക്കും ആ കൊടുപ്പ്. കാശില്ലാത്ത പഞ്ചായത്ത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ പ്രഖ്യാപനത്തിൽ വെള്ളക്കടലാസിൽ ഒതുങ്ങുകയല്ലേ ഉള്ളൂ, കൊടുക്കാൻ കാശ് വേണ്ടേ? ഇതാണ് പല പ്രഖ്യാപനങ്ങളുടെ ഗതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പ്രഖ്യാപനങ്ങളല്ല വേണ്ടത്, നടപ്പാക്കലാണ് വേണ്ടത്, എക്സിക്യൂഷനാണ് വേണ്ടത്. അതാ പറഞ്ഞ പിണറായി സർക്കാർ പറഞ്ഞതെല്ലാം, പ്രകടനപത്രിക പറഞ്ഞതെല്ലാം അക്കമിട്ട് എണ്ണമിട്ടിട്ട് ഓരോന്നായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു, തർക്കിച്ചു, ഓരോന്നിനും നമ്മൾ തെളിവ് തരാം. പ്രകടനപത്രിക പറയുന്ന ഇന്ന ഐറ്റം നടപ്പാക്കിയില്ലയോ എടുത്തു പിടിച്ച് നോക്ക്. വിമർശിക്കുന്നവർ നമുക്ക് ചർച്ച ചെയ്യാം, സമ്മതിക്കാം അതേക്കുറിച്ച്.